നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡെമോക്രാറ്റിക് നാഷണാലിസം, അതായത് ടൈപ്സ് ഓഫ് നാഷണാലിസം ആണ്. അതിൽ ഫസ്റ്റ് വൺ ഡെമോക്രാറ്റിക് നാഷണാലിസം, അത് റൂസോയുടെ ഫിലോസഫിയാണ് ഡെമോക്രാറ്റിക് നാഷണാലിസം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ലോ ആൻഡ് റീസൺ ആൻഡ് കൺസിസ്റ്റഡ് ഓഫ് ഹ്യൂമാനിസം ആസ് ദ എസെൻഷ്യൽ എലമെൻറ്റ്. ഹ്യൂമാനിസവും നാച്ചുറൽ ലോയും റീസണുമാണ് എന്തിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്? ഡെമോക്രാറ്റിക് നാഷണാലിസത്തിൻ്റെ. ഇറ്റ് അസ്യൂംഡ് എ മാസ് അപ്പീലിംഗ് ക്യാരക്ടർ. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാഷണാലിസമാണ് ഡെമോക്രാറ്റിക് നാഷണാലിസം. ഡ്യൂറിങ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ it was fought essentially to secure liberty, equality and fraternity. It got a number of പ്രൊപ്പഗേറ്റേഴ്സ്. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ടൈമിലാണ് ഏറ്റവും അധികം പ്രൊപ്പഗേറ്റേഴ്സിനെ ഇതിന് കിട്ടിയിട്ടുള്ളത്. ഡെമോക്രാറ്റിക് നാഷണാലിസം ഏറ്റവും അധികം ഡെമോക്രാറ്റിക് നാഷണാലിസം ഡെവലപ്പ് ചെയ്തതും ഫ്രഞ്ച് റെവല്യൂഷൻ ടൈമാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ മോട്ടോ ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആണെന്ന് അറിയാം. അങ്ങനെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പോലും നമുക്ക് ഈ ഡെമോക്രാറ്റിക് നാഷണാലിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് കാണാം. Under the spell of democratic nationalism, the French people made a solemn declaration in their constitution that they would not revolt to war and conquest against the freedom and independence of any other nation. ഫ്രഞ്ച് ഡിക്ലറേഷനിൽ, അതായത് ഫ്രഞ്ച് പ്രിയാമ്പിളിലും അവരുടെ ഡെമോക്രാറ്റിക് നാഷണാലിസത്തെ ഇൻഫ്ലുവൻസ് കാണാം. ദേ വുഡ് നോട്ട് റിസോർട്ട് ടു വാർ ആൻഡ് കോൺക്വസ്റ്റ് എഗെയിൻസ്റ്റ് എനി അതർ കൺട്രി. മറ്റൊരു രാജ്യത്തിന് നേരെയും വാറും കോൺക്വസ്റ്റും ഒന്നും അവർ നടത്തത്തില്ല എന്നാണ് ഇത് ഡെമോക്രാറ്റിക് നാഷണാലിസം അനുസരിച്ച് പറഞ്ഞിട്ടുള്ളത്. ആര് പറഞ്ഞു? ഫ്രഞ്ച് റെവല്യൂഷൻ. ബട്ട് അങ്ങനെ വളരെ മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള ഒന്ന് നാഷണാലിസം ആയിരുന്നു ഡെമോക്രാറ്റിക് നാഷണാലിസം. ബട്ട് ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century, ഡെമോക്രാറ്റിക് നാഷണാലിസം began to show the symptoms of narrow, intolerant and fanatic in nature. 19th century ആയപ്പോഴേക്കും ഉള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് നാഷണാലിസം, അതിൽ തന്നെ ഇതിൽ ബിഗെയിം എന്നാണ് എഴുതിയേക്കുന്നത്, അങ്ങനെയല്ല ബിഗെയിൻ. ഇറ്റ് ബിഗെയിൻ ടു ഷോ സിംറ്റംസ് ഓഫ് നാരോ, ഇൻടോളറൻറ്റ് ആൻഡ് ഫാനറ്റിക് ഇൻ നേച്ചർ. ആ ഡെമോക്രാറ്റിക് നാഷണാലിസം ഇടുങ്ങാൻ തുടങ്ങി, ഇടുങ്ങിയ ചിന്താഗതിയായിട്ട് മാറി. മറ്റൊരാളെ നേഷനെ കുറ്റം പറയുന്ന ഒരാളെയും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കണ്ടീഷനിലേക്ക് മാറുന്നു. നാരോ, ഇൻടോളറൻറ്റ് ആൻഡ് ഫാനറ്റിക്, ഒരു തീവ്ര ഒരു തരം ഭ്രാന്ത് പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ഡെമോക്രാറ്റിക് നാഷണാലിസം അങ്ങനെ ഒരു കുറഞ്ഞു വരാൻ തുടങ്ങുകയും ഡെമോക്രാറ്റിക് നാഷണാലിസം വേറെ പല എക്സ്ട്രീം വേർഷനായിട്ട് മാറുകയും ചെയ്തു. എന്നുകൊണ്ടാണ് ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century. ഇനി ഡെമോക്രാറ്റിക് നാഷണാലിസത്തിൽ നാഷണാലിസ്റ്റിക് സെൻറ്റിമെൻറ്റ്സ് പ്ലേ ചെയ്യാൻ, അല്ലെങ്കിൽ ദേശീയ ചിന്താഗതി ഉണർത്താനായിട്ട് അവരുപയോഗിച്ചിരുന്ന കുറേ സിംബൽസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നും എല്ലാ കൺട്രീസും ഫോളോ ചെയ്യുന്നുണ്ട്. നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, നാഷണൽ ലാംഗ്വേജ്, കൾച്ചർ. ഇറ്റ് സ്റ്റാർട്ടഡ് പ്ലേയിങ് നാഷണാലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് ത്രൂ നാഷണൽ ഫ്ലാഗ് ഉണ്ട്, നാഷണൽ ആന്തം ഉണ്ട്, നാഷണൽ ലാംഗ്വേജ് ഉണ്ട്, കൾച്ചർ ഉണ്ട്. ദിസ് നാരോ വേർഷൻ കെയിം ടു ബി നോൺ ആസ് ജക്കോബിയനിസം. ഈ ഡെമോക്രാറ്റിക് നാഷണാലിസത്തിൻ്റെ നാരോ ഫോമിനെ ആണ് ജക്കോബിയനിസം എന്നാണ് അറിയപ്പെടുന്നത്. ദ നാരോ വേർഷൻ ഓഫ് ഡെമോക്രാറ്റിക് നാഷണാലിസം ഈസ് നോൺ ആസ് ജക്കോബിയനിസം. അപ്പം ഡെമോക്രാറ്റിക് നാഷണാലിസം സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് റൂസോ. It had a mass appealing character during the time of French Revolution. Later, after 19th century, it shows symptoms of narrow extremism and intolerance. And it started playing through national sentiments such as national flag, national anthem, national language and culture. And this narrow version came to be known as Jacobianism. അത്രയും ഉള്ളൂ എന്ത് ഡെമോക്രാറ്റിക് നാഷണാലിസം. സെക്കൻഡ് വൺ ഈസ് ട്രഡീഷണൽ നാഷണാലിസം. ആക്ച്വലി ഇറ്റ് വാസ് അഡ്വക്കേറ്റഡ് ബൈ എഡ്മണ്ട് ബർക്ക്, ഹു വാസ് ഇൻ ഇംഗ്ലണ്ട്. ട്രഡീഷണൽ നാഷണാലിസം അഡ്വക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എക്സ്പോണൻ്റ് ആരാണ്? എഡ്മണ്ട് ബർക്കാണ്. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ഡെമോക്രാറ്റിക് നാഷണാലിസം. ഡെമോക്രാറ്റിക് നാഷണാലിസത്തിന് എഗെയിൻസ്റ്റ് ആണ്. The Burke was highly critical of the excesses committed by the French Revolution. എഡ്മണ്ട് ബർക്ക് ഫ്രഞ്ച് റെവല്യൂഷനിലുണ്ടായ എക്സസസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രശ്നങ്ങളാണ്. ഫ്രഞ്ച് റെവല്യൂഷനിലുണ്ടായ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ
വളരെയധികം വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എഡ്മണ്ട് ബർക്ക്. He was highly critical of the excesses committed by the French Revolution. So, they supported traditional nationalism where state, people are all distinct in character. ട്രഡീഷണൽ നാഷണാലിസത്തിൽ നേഷന് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. നേഷൻ, സ്റ്റേറ്റ്, പീപ്പിൾ എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അവരവരുടെ കാര്യം ചെയ്യുക. അപ്പം ട്രഡീഷണൽ നാഷണാലിസം എഗെയിൻസ്റ്റ് ഡെമോക്രാറ്റിക് നാഷണാലിസം ആണ് അഡ്വക്കേറ്റഡ് ബൈ എഡ്മണ്ട് ബർക്ക് ബിക്കോസ് ഓഫ് ദ problems created by the French Revolution. They repudiated. They were against the belief that nationality, state and people, സ്റ്റേറ്റും നാഷണാലിറ്റിയും പീപ്പിളും എല്ലാം അങ്ങനെയുള്ള ബിലീഫൊന്നും അവർക്ക് ഇല്ലായിരുന്നു. ആർക്ക്? ട്രഡീഷണൽ നാഷണാലിസത്തിന്. നെക്സ്റ്റ് വൺ ഈസ് ലിബറൽ നാഷണാലിസം. അടുത്തത് എന്താണ്? ലിബറൽ നാഷണാലിസമാണ്. ലിബറൽ നാഷണാലിസം ഫസ്റ്റ് ടുക്ക് ബർത്ത് ഇൻ ഇംഗ്ലണ്ട് ഇൻ ദ 19th century. ഇംഗ്ലണ്ടിൽ 19th സെഞ്ച്വറിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് ലിബറൽ നാഷണാലിസം. ലിബറൽ നാഷണാലിസം ടുക്ക് ബർത്ത് ഇൻ ഇംഗ്ലണ്ട് ഇൻ ദ 19th century. ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പൽ എക്സ്പൊണൻസ് വെയർ ജെർമി ബെന്താം ആൻഡ് ജോൺ സ്റ്റുവർട്ട് മിൽ. ആരൊക്കെയാണ് അതിൻ്റെ എക്സ്പൊണൻസ്? ജെർമി ബെന്താം, ജോൺ സ്റ്റുവർട്ട് മിൽ. അത് രണ്ട് നാഷണാലിസത്തിൻ്റെ മിക്സ്ചറാണ്. ഇറ്റ് വാസ് എ മിക്സ്ചർ ഓഫ് ജക്കോബിയനിസം ആൻഡ് ട്രഡീഷണൽ നാഷണാലിസം. ഡെമോക്രാറ്റിക് നാഷണാലിസത്തിൻ്റെയും ട്രഡീഷണൽ നാഷണാലിസത്തിൻ്റെയും ഒരു മിക്സ്ചറാണ് ലിബറൽ നാഷണാലിസം. ഇറ്റ് വാസ് എ സിന്തസിസ് ബിറ്റ്വീൻ ജക്കോബിയനിസം ആൻഡ് ട്രഡീഷണൽ നാഷണാലിസം. ലിബറൽ നാഷണാലിസത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എക്കണോമിക് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസസ്. പൊളിറ്റിക്കൽ ഫീൽഡിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്, എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഓർ എ ഗവൺമെൻറ് കൺട്രോൾഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. മറ്റൊന്ന് പോപ്പുലർ സോവർണിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ലിബർട്ടി. അൾട്ടിമേറ്റ് പവർ ലൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ. അതാണ് പോപ്പുലർ സോവർണിറ്റി. നെക്സ്റ്റ് വൺ ഇസ് ഇൻഡിവിജ്വൽ ലിബർട്ടി, മീൻസ് ഇൻഡിവിജ്വൽ ഫ്രീഡം. അതാണ് ലിബറൽ എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഫ്രീഡം അവിടെ ഉണ്ടാക്കും. ലിബറാലിസം ഒക്കെ പറയുന്നത് പോലെ. ലിബറാലിസത്തിൻ്റെ ഒരു വെർഷനായിട്ട് നമുക്ക് ലിബറൽ നാഷണാലിസം പറയാം. ലിബറൽ നാഷണാലിസം ടുക്ക് ബർത്ത് ഇൻ ഇംഗ്ലണ്ട് ഇൻ 19th century. പ്രിൻസിപ്പൽ എക്സ്പോണൻസ് വെയർ ജെർമി ബെന്താം, ജോൺ സ്റ്റുവർട്ട് മിൽ. ഇറ്റ് വാസ് എ സിന്തസിസ് ബിറ്റ്വീൻ ജക്കോബിയനിസം ആൻഡ് ട്രഡീഷണൽ നാഷണാലിസം. പിന്നെ എന്താണ്? ഇറ്റ് ബിലീവ് ഇൻ എക്കണോമിക് ഫ്രീഡം ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡംസ്. എക്കണോമിക് ഫ്രീഡം മീൻസ് ഫ്രീഡം ഓഫ് enterprise and political freedom means constitutional government, popular sovereignty and individual liberty. മൂന്നെണ്ണം ഏതൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്, പോപ്പുലർ സോവർണിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ലിബർട്ടി. ഇനി നെക്സ്റ്റ് വൺ ഈസ് ടോട്ടാലിറ്റേറിയൻ ഓർ ഫാസിസ്റ്റ് നാഷണാലിസം. ഇറ്റ്സ് എ ന്യൂ ഫോം ഓഫ് അഗ്രസീവ് നാഷണാലിസം. ടോട്ടാലിറ്റേറിയൻ അല്ലെങ്കിൽ ഫാസിസ്റ്റ് നാഷണാലിസം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ അഗ്രസീവ് ഫോം ഓഫ് നാഷണാലിസം. അഗ്രസീവാണ്, വളരെയധികം നാഷണാലിസത്തിൻ്റെ തീവ്രമായ ഒരു മുഖമാണ് നമ്മൾ ഫാസിസ്റ്റ് നാഷണാലിസത്തിൽ അല്ലെങ്കിൽ ടോട്ടാലിറ്റേറിയൻ നാഷണാലിസത്തിൽ കാണുന്നത്. ദേ വെർ എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബറൽ നാഷണാലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ലിബറൽ നാഷണാലിസത്തിനെ ഒപ്പോസ് ചെയ്യുന്നവരാണ്, ഡെമോക്രസിയെ ഒപ്പോസ് ചെയ്യുന്നവരാണ്, സോഷ്യലിസത്തെ ഒപ്പോസ് ചെയ്യുന്നവരാണ്. അതാണ് ഫാസിസ്റ്റ് നാഷണാലിസം എന്ന് പറയുന്നത്. ദേ വർ ഒപ്പോസ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബറൽ നാഷണാലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ഈ മൂന്ന് ഫീച്ചേഴ്സിനെയും ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ് ടോട്ടാലിറ്റേറിയൻ നാഷണാലിസം. നമ്മുടെ ഇറ്റലിയിലെ മുസോളിനി, ജർമ്മനിയിലെ ഹിറ്റ്ലർ അവരൊക്കെ പ്രൊപ്പൗണ്ട് ചെയ്ത നാഷണാലിസം എന്ന് പറയുന്നത് ടോട്ടാലിറ്റേറിയൻ ഓർ ഫാസിസ്റ്റ് നാഷണാലിസം ആണ്. ആൻഡ് ദേ ഡിക്ലെയർഡ് നേഷൻ ആസ് എ പൊട്ടൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. ടോട്ടാലിറ്റേറിയൻ നാഷണാലിസം പറയുന്നത് നേഷനാണ് പൊട്ടൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഹ്യൂമൻ പ്രോഗ്രസ്സിനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നൺ അതർ ദാൻ നേഷൻ. നേഷനാണ് ഒരു ഹ്യൂമൻ പ്രോഗ്രസ്സിനായിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫൈനൽ വൺ, ആൻറ്റി കൊളോണിയൽ നാഷണാലിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീഡം മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള നാഷണാലിസമാണ് ആൻറ്റി കൊളോണിയൽ നാഷണാലിസം എന്ന് പറയുന്നത്. ആൻറ്റി കൊളോണിയൽ നാഷണാലിസം ഇറ്റ് ഡെവലപ്ഡ് ത്രൂ ദ സെൻസ് ഓഫ് നേഷൻഹുഡ് ഷേപ്ഡ് ബൈ ദ ഡിസയർ ഫോർ നാഷണൽ ലിബറേഷൻ. Anti-colonial nationalism, it developed through the sense of nationhood shaped by the desire for national liberation. ഫ്രീഡം മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്
ഉള്ള ഡെവലപ്പ് ചെയ്ത നാഷണാലിസമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള നാഷണാലിസമാണ് എതിരെ, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നാഷണാലിസം. അത് നമുക്ക് ആൻറ്റി കൊളോണിയൽ നാഷണാലിസം എന്ന് പഠിക്കാം. It was developed during the independent movements in Afro-Asian countries. Afro-Asian countries ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്സ് ടൈമിൽ ആണ് ഈ ആൻറ്റി കൊളോണിയൽ നാഷണാലിസം ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ത്രൂ ദ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ ആഫ്രോ-ഏഷ്യൻ കൺട്രീസ്. അതാണ് ആൻറ്റി കൊളോണിയൽ nationalism. It developed through the sense of nationhood shaped by the desire for national liberation. It was developed during the time independence movements in Afro-Asian countries. ഇത്രയുമാണ്. ഇനി നാഷണാലിസത്തിൻ്റെ പുതിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ്, മെറിറ്റ് എന്താണെന്നുള്ളത് ഇത്രയും വായിച്ച് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്ത് എനിക്ക് അയച്ചു തരികയും ചെയ്യണം.